ഓക്കെ 50 പോയിന്റ് വെച്ചിട്ട് 4 കോയിനാണ് 200 പോയിന്റ് അവർക്ക്. ആരും കണ്ടില്ല. ഗോൾഡ് വിന്നർ ഓയിലിന്റെ ഒരു സ്പോൺസർഡ് ടാസ്ക് ആണ് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത്. നല്ല ടാസ്ക് ആയിരുന്നു, സൂപ്പർ ടാസ്ക് ആയിരുന്നു. 2 ടീമും അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തു. ഒന്ന് സിബിനും ഗബ്രിയും അർജുനും ഒക്കെ അടങ്ങുന്ന ഒരു ടീം, പിന്നെ അപ്സരയും ജാൻമണിയും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ടീം, ഋഷിയൊക്കെ ഉള്ള മറ്റൊരു ടീം. അങ്ങനെ 7 മത്സരാർത്ഥികളായിട്ട് 2 ടീമും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ജിൻഡോയും ജാസ്മിനും റസ്മിനും ഒക്കെ അടങ്ങുന്ന ഒരു ജഡ്ജസിന്റെ ടീമുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ടാസ്ക് കൊടുത്തത് ഗോൾഡ് വിന്നർ ഉപയോഗിച്ച് ഇവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉള്ളതാണ് ടാസ്ക്. അതിനു മുമ്പ് ഇവർക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഈ ഗോൾഡ് വിന്നറെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടാസ്ക് ആയിരുന്നു. അവര് വടയും മീൻ വറുത്തതും ചിക്കനും ഒക്കെ അടങ്ങുന്ന നല്ല കാര്യങ്ങളൊക്കെ അവര് അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതിന്റെ ഈ ഉണ്ടാക്കി തീരുന്നത് വരെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്, ഗോൾഡ് വിന്നറെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ അപ്സരയൊക്കെ ടീമില് നമ്മുടെ പൂജയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ സിബിന്റെ ടീമിൽ അതിന് നിന്നത് ഗബ്രി ആയിരുന്നു. 2 പേരും ആദ്യം തൊട്ട് പാചകം ചെയ്യുന്ന സമയം തൊട്ട് പാചകം ചെയ്ത് കഴിയുന്ന വരെ വായടച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര രസമായിട്ടാണ് ഗോൾഡ് വിന്നറെ കുറിച്ച് 2 പേര് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവസാനം ബിഗ് ബോസ് തന്നെ വിളിച്ചു പറഞ്ഞു, ശബ്ദം കളയല്ലേ ഗബ്രി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം നോക്കൂ എന്ന്. അത്രയും ഗംഭീര പെർഫോമൻസ് നടത്തി. അവസാനം ജഡ്ജസിനെ കഴിച്ചു നോക്കിയ സമയത്ത് അപ്സരയുടെ ടീമിന്റെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫുഡ് നന്നായത്, ഉണ്ടാക്കിയ ഫുഡിൽ നന്നായത് എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കിയ സാധനം തിന്നാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കാണ്. ബിഗ് ബോസ് ആണെങ്കിൽ മുഴുവൻ ഉണ്ടാക്കണ്ട, ആദ്യം ടേസ്റ്റ് നോക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി, അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കി കഴിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ കുറച്ചുണ്ടാക്കിയത് കൊണ്ട് എല്ലാവർക്കും ഇത് തിന്നാനുള്ള ആർത്തി മൂത്തിരിക്കുന്ന സമയത്ത് സിബിൻ ആരറിയാതെ ഉണ്ടാക്കിയത് കൊണ്ടുവന്നിട്ട് ആരറിയാതെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഒന്നും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, ഞാനേ അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ സിബിൻ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ബിഗ് ബോസിന് ഒന്ന് ട്രോളാൻ തോന്നി സിബിനെ. ബിഗ് ബോസ് പറഞ്ഞ ആരും കണ്ടില്ല സിബിനെ എന്നവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നല്ല കോമഡി സീനായിരുന്നു. സത്യത്തിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ബിഗ് ബോസേ കണ്ടുള്ളൂ.